ഇത് യുകെയുടെ പ്രിയപ്പെട്ട റേഡിയോയുമാണ്. ഹൃദയപൂർവ്വത്തിൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. ഇന്ന് പ്രണയദിനമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രണയദിനാശംസകൾ. മഞ്ഞ് വീണ് വെളുത്തു കിടക്കുന്ന പുൽനാമ്പിലേക്ക് പാറി വീഴുന്ന റോസാപ്പൂക്കൾ, ഒരു നോട്ടത്തിലൂടെയും ചെറുപുഞ്ചിരിയിലൂടെയും പ്രണയം കുറുകിപ്പറക്കുന്ന ഇളങ്കാറ്റ്. അങ്ങ് ദൂരെ മാനത്ത് അടർന്നു വീഴാൻ പോകുന്ന കാട്ടുപഴം പോലെ സൂര്യൻ ചുവന്ന് തുടുത്തിരിക്കുന്നു, തൻ്റെ പ്രണയിനിയെ തിരയുന്ന ആദ്യ കാമുകനെ പോലെ. പ്രണയം പറയാൻ, പ്രണയിക്കാൻ ഒരു പ്രത്യേക ദിവസത്തിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാവരുടെയും ചോദ്യമാണ്. ഒരു ജീവജാലവും പ്രണയം മറന്ന് ജീവിക്കുന്നില്ല എന്നതാണ് സത്യം. പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്നും ആഘോഷമാണ്. പ്രണയം തകർന്നവർക്കും പ്രണയകാല ഓർമ്മകൾ ഉത്സവമാണ്. പ്രണയിക്കാനായി കാത്തിരിക്കുന്നവർക്ക് അവരുടെ കാത്തിരിപ്പിൻ്റെ ഓരോ ദിവസവും ആനന്ദമാണ്. എങ്ങനെ നോക്കിയാലും പ്രണയം സുഖമുള്ളൊരവസ്ഥയാണ്. പ്രണയിക്കുന്ന എല്ലാവർക്കും അവരുടേതായ ഒരു പ്രണയദിനമുണ്ടാകും. ചിലപ്പോൾ അവർ ആദ്യം കണ്ട ദിവസം, ആദ്യം മിണ്ടിയ ദിവസം, ആദ്യമായി പ്രണയം തുറന്നു പറഞ്ഞ ദിവസം, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേക ദിവസങ്ങളുണ്ടാകും. എന്നാലും ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള പ്രണയിതാക്കൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ദിവസമാണ്. ആഘോഷങ്ങൾ എപ്പോഴും നമ്മളെ പുതിയതാക്കി മാറ്റും. അപ്പോൾ എല്ലാ ആഘോഷങ്ങളെയും നമുക്ക് സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം ആഘോഷിക്കാം. ചുവന്ന റോസാപ്പൂക്കളും ചുവന്ന ഹൃദയവും കൊണ്ട് നോക്കുന്നതും തൊടുന്നതുമെല്ലാം ചുവന്ന് ഭൂമി നിറയുന്ന പ്രണയം. കാസനോവയിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പറയുന്ന പോലെ പ്രണയം വൃദ്ധനെ 16കാരനാക്കുന്ന, അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം. ആ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്ന് ആശിച്ചു പോകുന്നു. പകലുകൾ അവസാനിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഏത് ജീവജാലത്തിനും മനസ്സിലാകുന്ന ഭാഷ, ഏറ്റവും വലിയ പ്രാർത്ഥന. ഒരു കാവ്യഹൃദയം പോലെ മനസ്സ് നിറയുന്ന അനുഭൂതി. നമ്മൾ പോലും അറിയാതെ ശ്രുതിയും താളവും ഇല്ലാതെ പാടുകയും ചിലപ്പോൾ നൃത്തമാടുകയും ചെയ്യുന്ന അവസ്ഥ. അതാണ് പ്രണയം. ഭൂമി ആകാശത്തെയും ആകാശം കാടിനെയും കടലിനെയും ഒരുപോലെ പ്രണയിക്കുന്നുണ്ട്. ആകാശം പ്രണയത്താൽ ചുവന്നു തുടുക്കുമ്പോൾ മഴമേഘങ്ങളിലേക്ക് ആ ചുവപ്പ് പടർന്നു കയറി അതൊരു ചുവന്ന മഴയായി പെയ്ത് കാടും കടലും നിറയും. ഓരോ തിരമാലകളും ചുവപ്പിനെ കുടിച്ചിറക്കി പ്രണയത്തിൻ്റെ ചെങ്കടലായി മാറും. മീനുകളെല്ലാം പ്രണയജലം നുകർന്ന് പുറത്തു വന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ അനുരാഗവിവശരായി ആകാശം നോക്കിക്കിടക്കും. നമ്മളിപ്പോൾ പലതും ആഘോഷിക്കുമ്പോഴും അതിൻ്റെ പിന്നിലത്തെ കഥ എന്താണെന്ന് പോലും അറിയാതെ ആയിരിക്കും ആഘോഷിക്കുന്നത്. ഈ വാലന്റൈൻസ് ഡേ ഒരു പുരോഹിതനെക്കുറിച്ചുള്ള വളരെ വേദന നിറഞ്ഞ ഓർമ്മയുടെ ദിവസമാണ്. വാലന്റൈൻ എന്ന പേരുള്ള അദ്ദേഹത്തെക്കുറിച്ച് കേട്ട് കേൾവി പോലുമില്ലാത്ത എത്രയോ ലക്ഷം മനുഷ്യരാണ് ഈ ദിവസം അദ്ദേഹത്തിൻ്റെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പണ്ട് റോം ഭരിച്ചിരുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലത്ത് അവിടുത്തെ സഭയുടെ ബിഷപ്പായിരുന്നത് വാലന്റൈൻ എന്ന പേരുള്ള പുരോഹിതനായിരുന്നു. അവിടുത്തെ സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയിച്ചാൽ, തമ്മിൽ വിവാഹം കഴിച്ചാൽ പുരുഷന്മാർക്ക് കുടുംബം, പെണ്ണ് എന്ന ചിന്ത മാത്രമേ ഉണ്ടാകൂ. യുദ്ധത്തിൽ പുരുഷന്മാരുടെ വീര്യം കുറഞ്ഞു പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ചക്രവർത്തി അവിടുത്തെ വിവാഹം നിരോധിച്ചു. കർശനമായ വിലക്ക് ഏർപ്പെടുത്തി. പുരുഷന്മാരെല്ലാം സൈന്യത്തിൽ ചേരാൻ ഉത്തരവിടുകയും ചെയ്തു. റോമിലെ ചെറുപ്പക്കാർ സ്നേഹത്താലും പ്രണയത്താലും ശ്വാസം മുട്ടി. ഇത് കണ്ട് വേദനിച്ച വാലന്റൈൻ പള്ളിമേടയിൽ വളരെ രഹസ്യമായി പ്രണയിക്കുന്നവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ചക്രവർത്തി ഇത് കണ്ടുപിടിച്ചു. നിയമലംഘനം നടത്തിയ ബിഷപ്പിനെ അദ്ദേഹം ജയിലിലടച്ചു. വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലാവുകയും അതോടെ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചുവെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതറിഞ്ഞ ചക്രവർത്തി ബിഷപ്പിന്റെ തലവെട്ടാൻ ആജ്ഞാപിച്ചു. വധശിക്ഷയുടെ ദിവസം ഫെബ്രുവരി 14 ആ ദിവസം അദ്ദേഹം പോകുന്നതിന് മുൻപേ തൻ്റെ പ്രണയിനിക്കായി ഇങ്ങനെ എഴുതി വെച്ചു: ലവ് ഫ്രം യുവർ വാലന്റൈൻ. ആ ചുവന്ന മഷിയിൽ കുതിർന്ന അക്ഷരങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ആഘോഷമായി മാറി. ഉന്മാദത്തിൻ്റെ പനിനീർ പുഷ്പങ്ങൾ മണക്കുന്ന പ്രണയദിനം. തലമുറകളോളം ആ പുരോഹിതന്റെ പേര് വാഴ്ത്തപ്പെടും. പ്രണയമഴയിൽ കാട്ടിലെ പൂക്കളെല്ലാം പരസ്പരം തിരിച്ചറിയാനാകാത്ത വിധം ചുവപ്പായി മാറുമ്പോൾ പക്ഷികൾ സ്വന്തം കൂടുകളിൽ പ്രണയത്തിൻ്റെ തിരിതെളിക്കും. എല്ലാ മരക്കൊമ്പുകളിലും ചുവന്ന കൂടുകൾ പ്രകാശിക്കുമ്പോൾ അതൊഴുകി പരന്ന് കാടൊരു ചുവന്ന കമ്പളം പുതച്ചുറങ്ങും.
ഈ പ്രണയദിന ആഘോഷം മലയാളികൾക്കിടയിൽ പ്രചാരമായിട്ട് വളരെ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ അല്ലേ? പണ്ടൊക്കെ നമ്മുടെ പ്രണയസങ്കല്പത്തിൽ എപ്പോഴും രാധാകൃഷ്ണ പ്രണയമായിരുന്നു. വളരെ മൃദുവായ ആത്മസമർപ്പിതമായ പ്രണയം. അതോടൊപ്പം വളരെ തീവ്രമായ ഭ്രാന്തമായ ശിവപാർവതി പ്രണയത്തിൻ്റെ ആരാധകരുമായി. പണ്ടൊക്കെ നമ്മളെ സ്വാധീനിച്ച പ്രണയങ്ങളാണിതൊക്കെ. പിന്നെ ഓരോ കഥകളിലെ കഥാപാത്രങ്ങളും പിന്നീട് ഇങ്ങോട്ട് പല സിനിമകളിലെ പ്രണയവുമൊക്കെ നമ്മുടെ പ്രണയസങ്കല്പങ്ങൾക്ക് കൂട്ടുവന്നു. പ്രണയം എത്ര കിട്ടിയാലും മതി വരാത്ത, കൊടുത്താലും തൃപ്തിയാകാത്ത ആനന്ദം. ഹൃദയങ്ങൾ രഹസ്യമായും പിന്നീട് പരസ്യമായും തങ്ങളെ വെളിപ്പെടുത്തുന്ന അത്ഭുതം. നമുക്കൊരു പ്രണയദിനമല്ല ആവശ്യം, പ്രണയകാലങ്ങളല്ലേ വേണ്ടത്. എല്ലാ ദിവസങ്ങളിലും ആഘോഷിക്കപ്പെടുന്ന പ്രണയമാണ് നമുക്കാവശ്യം. എല്ലാ അർത്ഥത്തോടും ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന പ്രണയം. വല്ലപ്പോഴും കൊടുക്കുന്ന സമ്മാനങ്ങളോ ആശംസകളോ അല്ല ഓരോ പെണ്ണിനും വേണ്ടത്. അവൾ അർഹിക്കുന്ന, ആഗ്രഹിക്കുന്ന തിരിച്ചറിവും സമയവുമാണ്. താൻ മനസ്സിലാക്കപ്പെടുന്നു, ഒരു നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ ചേർത്ത് പിടിക്കപ്പെടുന്നു എന്നതിനേക്കാൾ വലുതായി എന്താണ് ഒരു പെണ്ണിന് വേണ്ടത്? ഉപാധികളില്ലാത്ത സ്നേഹം, ഉപാധികളില്ലാത്ത സമർപ്പണം, അതല്ലേ പ്രണയം. പരസ്പരമുള്ള ബഹുമാനവും അനുവദിച്ചു കൊടുക്കുന്ന സമയവും കരുതലും കൊണ്ട് പ്രണയം അതിൻ്റെ കൊടുമുടികൾ കീഴടക്കും. എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന കരുതലിൻ്റെ അദൃശ്യമായ ചൂടുള്ള കൈകൾ, മനോഹരമായ കൂടിക്കാഴ്ചകൾ, ഇടയ്ക്കിടയ്ക്കുള്ള സുന്ദരമായ യാത്രകൾ, ഇതൊക്കെയല്ലേ പ്രണയകാലങ്ങൾ മനോഹരമാക്കുന്നത്. പകർന്നു കൊടുക്കുന്ന സ്നേഹമാണ് എല്ലാവർക്കും ആവശ്യം. അങ്ങനെ തന്നെ വേണമല്ലോ. പകർന്നു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന ആനന്ദമാകുന്നത്? പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കൻ്റെ കയ്യിലെ ക്ലാവ് പിടിച്ച നാണയം പോലെയാണെന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലേ? നിങ്ങളുടെ ഉള്ളിലെ പ്രണയം എങ്ങനെയാണ്? എപ്പോഴും വെട്ടിത്തിളങ്ങുന്ന പൊന്നാണയങ്ങളാണോ, അതോ പിശുക്കൻ്റെ കയ്യിലെ ക്ലാവ് പിടിച്ച നാണയമോ? ഓരോ കൂടിക്കാഴ്ചയിലും ഒരു പുതുമഴ പോലെ പെയ്തിറങ്ങുന്ന പ്രണയം. ആദ്യമായി ഒരു നിലാവിനെ തൊട്ട നിശാഗന്ധിയെപ്പോലെ പുതുതായി പ്രണയിക്കുന്ന അവസ്ഥയുണ്ടാകണം ഓരോ കണ്ടുമുട്ടലിലും. അങ്ങനെ ഓരോ നിമിഷവും പുതിയ പ്രണയമായി ജനിക്കണം. ആദ്യാനുഭവം പോലെ ഓരോ വാക്കിലും സ്നാനപ്പെടുന്ന പ്രണയം. നമ്മളിലെ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കലർപ്പില്ലാത്ത സമർപ്പണം. നഗരത്തിലെ ത്രസിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് കൈകൾ കോർത്ത് സ്വപ്നങ്ങളുടെ പർദീസയിലേക്ക് നടന്നു കയറുമ്പോൾ നമ്മുടെ നോട്ടവും ചിരിയും ചിന്തയും നിർമ്മലമായിരിക്കണം. സ്നേഹിക്കാൻ പ്രത്യേക നിയമമോ ചട്ടക്കൂടുകളോ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ പ്രണയത്തിൻ്റെ നിയമവും ഭാഷയും നിറവുമെല്ലാം. അതുകൊണ്ടാണ് ഓരോ മനുഷ്യൻ്റെ പ്രണയവും വ്യത്യസ്തമായിരിക്കുന്നത്. പല പ്രണയങ്ങളെയും നമ്മൾ കൊതിയോടെ നോക്കിക്കാണുന്നതും. എപ്പോഴും പ്രണയം വർണ്ണങ്ങളിൽ നിന്നും വർണ്ണങ്ങളിലേക്കുള്ളൊരു യാത്രയായിരിക്കണം. പതിയെ പതിയെ സൂര്യരശ്മികൾ ചുവപ്പിലേക്കും പല നിറങ്ങളിലേക്കും കൂടുമാറുന്ന സായം സന്ധ്യ പോലെ മനോഹരമായിരിക്കണം. വർണ്ണരഹിതമായി പോകുമ്പോഴാണ് പലപ്പോഴും മടുക്കുന്നത്, നഷ്ടപ്പെടുന്നത്. അനന്തമായൊരു പ്രവാഹമായിരിക്കണം എപ്പോഴും സ്നേഹം. അപ്പോൾ ഒരിക്കലും മടുക്കില്ല. നമ്മുടെ പ്രണയിനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായി നമ്മുടെ വിലപ്പെട്ട സമയത്തെ നൽകുമ്പോൾ ആ കൊടുക്കൽ ഒരു ഔദാര്യമാകരുത്, മനസ്സ് തുറന്ന് സമർപ്പിക്കലാകണം. നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിൽ അവരെയും കൂടി ചേർത്ത് സഞ്ചരിക്കുമ്പോഴാണ് സ്നേഹം വിലമതിക്കപ്പെടുന്നത്. പ്രണയം മുറിപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള പ്രശ്നം സമയമില്ലായ്മ തന്നെയാണ്. പരസ്പരമുള്ള കരുതൽ ഏതവസ്ഥയിലും ആവശ്യമാണ്. പെണ്ണിൻ്റെ സങ്കടങ്ങൾ, പിണക്കങ്ങൾ എല്ലാം പെയ്തൊഴിയാൻ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നൊരു ഒറ്റ വാചകം മതിയാകും. അതിൽ വിഷാദങ്ങൾ ഒഴുകിപ്പോകാത്ത ഒരു മനസ്സുമില്ല. കാതലായ ചില വാക്കുകളാണ് പ്രണയത്തിൻ്റെ ഇടകളെ ഊടും പാവും നൽകി ബലമുള്ളതാക്കുന്നത്. പരസ്പരം അറിയാതെ പോകുന്ന പ്രണയങ്ങളുണ്ട്. തമ്മിൽ അറിഞ്ഞിട്ടും പറയാൻ പറ്റാതെ പോകുന്ന ഇഷ്ടങ്ങളുണ്ട്. പരസ്പരം തുറന്നു പറയാതെ കുറേ കാലം ഒരു പ്രണയത്തെ മനസ്സിലിട്ട് താലോലിച്ച് കൊണ്ട് നടന്നിട്ട് പെട്ടെന്നൊരിക്കൽ ചേർത്ത് പിടിക്കപ്പെടുന്ന പ്രണയങ്ങളുമുണ്ട്. പിന്നീടുള്ള അവരുടെ പ്രണയകാലങ്ങൾ വളരെ മനോഹരമായിരിക്കും. പൂക്കാതിരുന്ന ഓരോ മരവും പൂത്തു തുടങ്ങും. പിങ്കും വയലറ്റും നിറഞ്ഞ പൂക്കൾ കൊണ്ട് ചില്ലകൾ നിറയും. പൂമണം പാറി വീഴുന്ന ഓരോ മരപ്പൊത്തിലും പ്രണയം ഉന്മാദമായി കുറുകും. വഴിവെക്കിലെ ഓരോ പുൽക്കടിയും അവരുടെ ഗന്ധത്തെ ശ്വസിച്ചെടുക്കും. പ്രണയം മനോഹരമായൊരു കടലാണ്. ആഴമളന്നിറങ്ങിയില്ലെങ്കിൽ അപകടം പറ്റുന്ന മഹാസമുദ്രം. അപ്പോൾ എല്ലാവരിലും പ്രണയം ഒരു മഹാസാഗരമായി നിറയട്ടെ. ഇന്നത്തെ ഹൃദയപൂർവ്വം ഇവിടെ തീരുന്നു. പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ്. ഇത് റേഡിയോ ലൈം
ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.